മുതൽ ആധാറിൽ തിരുത്തലുകൾ വരുത്താൻ കുറച്ചു പാടാണ്. പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന കടുപ്പിച്ചിരിക്കുകയാണ് ആധാർ അതോറിറ്റി. അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി മുതൽ അംഗീകരിക്കില്ല. കൂടാതെ തിരുത്തലുകൾക്കും കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയാണ് അധികൃതർ കർശന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ആധാറിലെ പേരിലുള്ള ചെറിയ തിരുത്തലിന് പോലും ഇനി മുതൽ ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണ്. പേരിന്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ്. ഇതോടൊപ്പം തന്നെ പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നൽകണം. പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, സർവീസ് തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോയുള്ള പുതിയ SSLC ബുക്ക്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം. പേര് തിരുത്താൻ പരമാവധി 2 അവസരമേ ഉണ്ടാകൂ എന്ന നിബന്ധനയിൽ മാറ്റവുമില്ല. ആധാർ എടുക്കാനും വിലാസം തിരുത്താനും പൊതുമേഖലാ ബാങ്കിന്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. അതിനായി മേൽവിലാസത്തിന്റെ തെളിവ് ബാങ്കുരേഖയിൽ ലഭ്യമാണെന്നും EKYC പൂർണ്ണമാണെന്നും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം. പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത്. ജനനത്തീയതി ഒരു തവണയെ തിരുത്താനാകൂ എന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സുവരെയുള്ളവരുടെ ജനനത്തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പാസ്പോർട്ട്, SSLC ബുക്ക് എന്നിവ ഒഴിവാക്കിയിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് SSLC ബുക്ക് ജനനത്തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം. അതിനായി കവർ പേജ്, വിലാസമുള്ള പേജ്, ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം. SSLC ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടുകയും വേണം.